ശരിക്കും ജീവിതത്തിൻ്റെ സൗരഭ്യം ഏറ്റവും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങൾക്കൊരിക്കലും ഇനി ഈ നിങ്ങളുടെ ഈ കൗമാരവും യൗവനവും ഒന്നും തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് 3 ദിവസവും 2 ദിവസമെങ്കിലും നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളിലുള്ള ആ ഒരു യുവത്വത്തിൻ്റെ ആ വലിയ എനർജി ഇതിലേക്കും പകർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഞാനാണ്. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ സമയത്തിൻ്റെ കുറവ് കാരണം എനിക്കതിന് സാധിച്ചില്ല. എങ്കിലും കണ്ടതോ മനോഹരം, കാണാത്തതോ അതിമനോഹരം. നിങ്ങളുടെ ഈ ടീനേജില് ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു ഈരടിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പാട്ടായിരിക്കാം. लिखो दिया नाम इससे तेरा. അതിന്റെ അർത്ഥം നമുക്കറിയാം. മോന്റെ പേരെന്താ? ലിനൻ. ഓക്കെ, ലിനൻ ഈ കുട്ടിയുടെ പേര് കുറിച്ചിടേണ്ട. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: ശൂന്യമായ ഒരു പേപ്പർ എന്റെ മുൻപിൽ കൊണ്ടുവരട്ടെ. ശൂന്യമായ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ശൂന്യമായ ഒരു മനസ്സില് ഞാൻ നിന്റെ പേര് കുറിക്കട്ടെ. ആ പേര് ഈശോയുടെ ആയാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായി എന്നും ഈ നിത്യ യൗവനം നിലനിൽക്കും. അത് പറയാനും അനുഭവിക്കുവാനുമാണ് ഞാൻ കോട്ടയത്ത് നിന്ന് നിങ്ങളെ കാണുവാൻ ഇവിടെ വന്നത്. ഒരിക്കൽ കൂടി അവന്റെ പേരല്ല എഴുതിയിട്ടുള്ളത്, ഈശോയുടെ പേര് ഹൃദയത്തിൽ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഒരു വലിയ അനുഗ്രഹം, ഒരു പോസിറ്റീവ് എനർജി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അച്ഛൻ ഇവിടെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ വീട് കോട്ടയത്താണ്, എൻ്റെ പേര് ജോബി എന്നാണ്. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കുചേരുന്നു. ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നും. നിങ്ങളുടെ യൗവനം, നിങ്ങളുടെ യുവത്വം ഒക്കെ. ഇതൊരു വചനം ഇങ്ങനെ പറയുകയാണ്, യെശയ്യാ 40:30-31. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പൈതലെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ആ വചനം ശ്രദ്ധിച്ചോ? എത്ര കേട്ടാലും മടുക്കാത്ത, എത്ര വായിച്ചാലും മതിവരാത്ത ഒരു പുസ്തകമാണ് ജീവന്റെ ഗ്രന്ഥം. കാരണം വചനം നമ്മുടെ ഹൃദയത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെക്കാൾ ചെറുപ്പമാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അവരൊക്കെ നിങ്ങളെപ്പോലെ മുതിർന്നവരാണ്. പക്ഷേ എനിക്ക് അവരെ പോലെ തന്നെയുള്ള എനർജി കിട്ടുകയാണ്.
ഒരുവിധപ്പെട്ട എല്ലാ മേഖലയിലുമുള്ള 1 ലക്ഷം ആളുകളെ കൗൺസിൽ ചെയ്യുവാൻ തമ്പുരാൻ ഇടയാക്കി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛനോട് സൂചിപ്പിച്ചു തുടക്കത്തില്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എപ്പോഴും ഈ വചനം മാത്രമാണ് പറയുന്നത് ധരിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് നമ്മൾക്ക് ഇവിടെ ധ്യാനത്തിന് വന്നത്? പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ ഇടവകയിൽ ഇങ്ങനെയൊരു പ്രോസസ് ഉള്ളതുകൊണ്ട് നമ്മൾ വന്നായിരിക്കാം, അതല്ലായെങ്കിൽ വീട്ടിലെ നമ്മളുടെ ശല്യം തീർക്കാൻ നമ്മൾ പോകുന്നതായിരിക്കാം. എന്തെങ്കിലും വേണ്ടിയില്ല, എന്നാലും വന്ന് കുറച്ചു പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാമെന്ന് വിചാരിച്ചേക്കാം. ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായ അച്ഛനാണ് വരുന്നത്, ഓടക്കുഴലും വായിച്ച് പാട്ടും പാടി നിങ്ങളെ രസിപ്പിക്കും എന്ന് പറഞ്ഞ് അച്ഛനെ കാണുവാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ വന്നത്. എന്ത് തന്നെ ആവട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഞാനും ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ ഈ ഹല്ലേലൂയ പറയുന്നത് വലിയ വിഷമമായിരുന്നു. അവിടെ നിന്നാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പറയും ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ വിഷമമായിരുന്നു ഓപ്പൺലി പറഞ്ഞാൽ. അത് 1 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു പ്രാവശ്യം ഒരു ധ്യാനത്തിന് ചെന്നിട്ട് ഹല്ലേലൂയ ഒരു 3-4 എണ്ണം ഒന്നിച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. ഇത് എപ്പോഴും ഇതിനെ പറയുന്നത് കഴിഞ്ഞു. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ ആഴം എത്രമാത്രം വലുതാണ്, നമ്മുടെ അപകടങ്ങൾ എത്രമാത്രം മാറിപ്പോകും, നമ്മുടെ വീട്ടിലെ അനർത്ഥങ്ങൾ എത്രമാത്രം മാറിപ്പോകുമെന്ന് പിന്നീട് എന്റെ ജീവിതത്തിന്റെ ചില സഹനങ്ങൾ എനിക്ക് തന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അനുഭവിക്കാൻ ഇടയായത്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28, 29, 30, 31 ഓർപ്പിക്കുന്നു. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്ത് അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. അഗ്നിയും രക്തവും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർവവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആമേൻ. ഒന്ന് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് സ്വർഗത്തിലെ മാലാഖമാരുടെ ഭാഷയാണ് ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പറയുമ്പോൾ നമ്മളിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന സാത്താന്റെ ശക്തി നമ്മളിൽ നിന്ന് മാറിപ്പോകും. പകരം പരിശുദ്ധാത്മാവ് ഇപ്പോൾ സന്തോഷം കിട്ടും. അതാണ് ഇവിടെ വചനം പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8, you will receive power whenever the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ അവൻ ഇരിക്കാൻ കഴിയില്ല. വാലിന്റെ ഓടിക്കൊണ്ടിരിക്കും. എന്താ കാരണം? ഒരുവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ അവൻ ജീവിതത്തിന്റെ പ്രതിസന്ധികള്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വളരെ ലാഘവത്തോടെ നേരിടുന്നത് മാത്രമല്ല, അവൻ സന്തോഷവാനായിരിക്കും. അവരോടിയാൽ തളരുകയില്ല. അത് വെറുതെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു പറഞ്ഞതല്ല, ബൈബിള് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ കർത്താവ് തന്ന ഒരു ഗിഫ്റ്റ്. അല്ല എങ്കിൽ ഈ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഡൊമിനിക്കേഷൻ പിടിച്ചപ്പോൾ വെറുതെ നിൽക്കില്ല, വരില്ല. കാരണം 2 വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ തലവൻ എന്നോട്
ഞാൻ ലിവർ സിറോസിസ് എന്ന രോഗത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നയാളാണ്. എപ്പോഴാണ് എന്റെ ജീവിതം? ഒരുപക്ഷെ എവിടെയായിരിക്കാം, ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, ഒരുപക്ഷെ കിടന്നുറങ്ങുമ്പോഴായിരിക്കാം. പക്ഷേ ജോബി ബ്രദറിനെ അത് ബാധിക്കുകയില്ല. നമ്മളെക്കാൾ വലിയ ആളുകളുടെ നിന്ന് മരിച്ചു പോയിട്ടില്ലേ? സിസ്റ്റർ മേരി ബെന്നിങ്ങ തന്റെ വെള്ളക്കിടക്കയിൽ കിടന്ന് എഴുതിയ ഒരു കവിത ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഗുണപ്പെടാം. പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞനും അമർന്നുപോയി കാലചക്രവിഭ്രമത്തിലെങ്കിൽ എനിക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. എന്നാൽ പിന്നെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടത്തിൽ ജീവിക്കുന്നത്? അല്ലെ? ചിലപ്പോൾ നമ്മൾ എത്ര ധ്യാനം കൂടിയാലും, എത്രമാത്രം കുമ്പസാരിച്ചാലും, എത്രമാത്രം പ്രാർത്ഥിച്ചാലും നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം ക്യാഷ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? രോഗങ്ങള് നമ്മളെ തളർത്തുന്ന കുഞ്ഞുങ്ങളുടെ ഇരിപ്പുണ്ട്. മദ്യപാനം മൂലം, അപ്പന്റെ മദ്യപാനം മൂലം വേദനിക്കുന്ന, സഭ്യമല്ലാത്ത തെരുന്നറിയുന്ന അപ്പന്മാരുടെ മക്കളുടെ ഇരിപ്പുണ്ട്. സാമ്പത്തികമായ പ്രയാസത്താൽ ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കുവാൻ പോലും കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുന്ന മാതാപിതാക്കളുടെ പച്ചയായ മോഹനങ്ങൾ കണ്ട് മനസ്സിന്റെ ഉള്ളില് നീരാത്ത പോരാത്ത കണ്ണുനീരും തീരാത്ത വേദനയുമായിരിക്കുന്ന മക്കളുടെ അത് ജോബി ബ്രദറിന് അറിയാം. എന്നാൽ ശരിക്കും ഞാൻ പറയാം, നമ്മുടെ ദുഃഖത്തിന്റെ കാരണം അതല്ല. അപ്പന്റെ വഴക്കോ ബാങ്കിലെ ലോണോ നിങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകളോ നിങ്ങളുടെ പഠനത്തിന്റെ തടസ്സങ്ങളോ അല്ല. അതാണ് വചനം പറയുന്നത്. സങ്കീർത്തനം 77:10 അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം. ഒന്ന് പറയാമോ? അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം. എന്റെ ദുഃഖത്തിന്റെ കാരണം ആ അത്യുന്നതന്റെ ശക്തി. ഈ ധ്യാനം, ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ശുശ്രൂഷകള്, ആരാധന സമയം, അനോയിന്റിംഗ് പ്രേയർ ഒക്കെ കഴിയുമ്പോൾ നമ്മളിലേക്ക് അത് വരും. അപ്പൊ ജീവിതം സന്തോഷമാകും. അടുത്ത നിമിഷം മരിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടില്ല. മങ്ങിയ നന്ദി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്ന് മരണത്തിൽ സന്ദേശവുമായി കൊണ്ട് അതിന് നമ്മൾ ഫേസ് ചെയ്യുന്നതാ. അത് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാ പാട്ട് കേൾക്കുമ്പോൾ. പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ യുവത്വം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറുള്ളത് കൈവപ്പിക്കുകയും, നമ്മുടെ ഈ യുവത്വം ഈശോയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ മനസ്സാണ് എന്നുള്ളത് കൈവപ്പിക്കുകയും. ആമേൻ. ഇനി കൈതാത്തുന്നു. ഇനി ഞാൻ പറയാം, ലഹരി ഈശോയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രദറും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മൾക്കെല്ലാം ദുഃഖമുള്ളവരാണ്. ഞാനൊരിക്കൽ കൂടി എൻ്റെ അനുഭവത്തിലേക്ക് വരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ജീവിക്കുവാൻ മാർഗമില്ലാതെ എൻ്റെ ബിസിനസ് എല്ലാം തകർന്നുപോയി. 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി ദുബായിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുവരെ ഞാൻ വിമാനം താഴെ നിന്ന് വെളിക്കൂടെ പോകുന്നതേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായി 6 വർഷം മുമ്പ് മംഗലാപുരം ബജുമൈ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി ദുബായ് എന്ന മഹാനഗരത്തിലേക്ക് ചെന്നു. അമ്പരചോദികളായ കെട്ടിടങ്ങളും ലോകത്തിന്റെ വിവിധതരം ഭാഷയിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന, നമ്മുടെ കണ്ണിനെ കോരിത്തെരിപ്പിക്കുന്ന, മനസ്സിനെ കുളിർപ്പിക്കുന്ന പലതരം കാഴ്ചകൾ, ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും കൈ
ചെന്നു. ഒരു ജോലി അന്വേഷിച്ചാണ് ഞാനും പോയത്. എൻ്റെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മക്കൾക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല, പണത്തിന്റെ പ്രശ്നങ്ങൾ നീക്കക്കള്ളിയില്ലാതെ ഇവിടുന്ന് ഞാൻ ചെന്നതാണ്. അവിടെ ചെന്ന് 10 പേരടങ്ങുന്ന ഒരു മുറിയിലാണ് എൻ്റെ താമസം. 9 പേരും മുസ്ലിം സഹോദരങ്ങളാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിയായിട്ട്. എനിക്ക് താമസവും ഭക്ഷണവും ഒക്കെ എൻ്റെ ഒരു ബന്ധുമുഖാന്തരം ഫ്രീ ആണുള്ളത്. അതിനിടയിൽ ഒരു ദിവസം അവിടെ ഒരു മോഷണം സംഭവിച്ചു. ഒരാൾക്ക് കിട്ടിയ സാലറി കാണുന്നില്ല. വന്ന് ഒരു 5000 ദിർഹംസ് ഇവിടുത്തെ ഒരു 1 ലക്ഷം രൂപയോളം വരും. വന്ന് അസംശയമല്ല അവർക്ക് എതിരായി. ഞാൻ അറിയാത്ത ഒരു കാര്യമാണ്. അതിനുള്ളിൽ അവരെന്നോട് ചോദിച്ചു, നിങ്ങളെ എടുത്തത് അല്ല എന്ന് ഞാൻ നിരവധി തവണ പറഞ്ഞു. രാത്രിയായപ്പോൾ അവര് മദ്യപിച്ചിട്ട് വന്ന് എന്നെ അടിക്കുവാൻ തുടങ്ങി. ഒരുപാട് മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുവാൻ വയ്യാത്ത അവസ്ഥയിലായി. ഞാൻ അവിടെ വിട്ടിറങ്ങി തെരുവിലായി എൻ്റെ താമസം. എല്ലാ ദിവസവും ഒരുപാട് മർദ്ദിക്കുന്നവരല്ലേ. പിന്നെ അങ്ങോട്ട് വിശപ്പിന്റെ വിളിയായി. അനേകരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടി. അങ്ങനെ വിശന്ന് കിടന്ന ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒരുപാട് കുടിക്കുമായിരുന്നു. അങ്ങനെ വെള്ളം വയറ് നിറച്ച് കുടിച്ചിട്ട് ഞാൻ റൂമിൽ വന്ന് എൻ്റെ കട്ടിൽ അനങ്ങാതെ കിടക്കും. ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ രാത്രിയിൽ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവർ വീണ്ടും എന്നെ അടിക്കും. പല ദിവസങ്ങളിലും മൂക്കിയുമായി ചോര വന്ന് ഞാൻ അവിടെ കിടന്നിട്ടുണ്ട്. ബാത്റൂമിലെ ടാപ്പ് തുറന്ന് എൻ്റെ കരച്ചിലാരും കേൾക്കാതെ ഞാൻ അവിടെ ഇരുന്ന് ടാപ്പ് ഓൺ ചെയ്തിട്ട് കരയുമായിരുന്നു. അങ്ങനെ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ദുബായ് സെന്റ് മേരീസ് ചർച്ചിലേക്ക് മെട്രോയ്ക്ക് പോകണമെങ്കിൽ 3 രൂപ വേണം, 3 ദിർഹംസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടക്കും. 2.5 മണിക്കൂർ നടന്നാൽ ദുബായ് സെന്റ് മേരീസ് പള്ളിയിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകയാണ് ദുബായ് സെന്റ് മേരീസ് ചർച്ച്. ഒരുപാട് ആളുകൾ, പലതരം ക്രിസ്ത്യൻസ് തന്നെ, പലതരം നാട്ടിൽ നിന്നുള്ളവർ. വലിയ പള്ളി 5000 പേർക്ക് ഇരിക്കാവുന്നത്. വലിയൊരു ക്രൂശിന്റെ രൂപമുണ്ട്. ഞാൻ ഏറ്റവും പിറകിൽ പോയിരിക്കും. കാരണം വേർത്ത ഷർട്ടും പാൻറ്റുമായി ഞാൻ ആരുടെയും കൂടെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് ഏറ്റവും പിറകിൽ നിന്ന് ഞാൻ ഈശോയുടെ ക്രൂശിന്റെ രൂപത്തെ നോക്കി കരച്ചിലായിരുന്നു ഒരു നാളിനത്രയും എൻ്റെ പ്രാർത്ഥന. ഞാൻ പൊട്ടിക്കരയും ക്രൂശിന്റെ രൂപത്തെ നോക്കി. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഞാനായിരുന്നു. പുറത്ത് മാതാവിന്റെ ഗ്രോട്ടോയുണ്ട്. ഞാൻ മാതാവിനെ നോക്കി ഒരുപാട് കരയും. ഒരിക്കൽ ഞാൻ വിശന്ന് തീരെ വയ്യ, 2, 3, 4 ദിവസം പട്ടിണിയിലാണ്. അപ്പോൾ ഒരു കാറ് പള്ളിയുടെ അടുത്തേക്ക് കയറി വരുന്നു. ഒരു മലയാളി ഫാമിലിയാണ്. ഞാൻ കൈ കാണിച്ചു. അവർ നിർത്തി. അവർ കാറിന്റെ അകത്ത് നിന്ന് സ്വിച്ചിട്ടപ്പോൾ ചില്ല് പതുക്കെ താഴോട്ട് പോന്നു. തണുത്ത AC ഇതിലേക്ക് അടിച്ചു. നല്ല പെർഫ്യൂമിന്റെ സ്മെൽ അകത്ത് നിന്ന്. ഞാൻ ചോദിച്ചു, എനിക്കൊരു 50 രൂപ സാറേ തരാമോ എന്ന് ചോദിച്ചു. അയാളോട് പറഞ്ഞു, താനൊക്കെ അന്യനാട്ടിൽ വന്ന് മറ്റുള്ളവരെ പറ്റിക്കാതെ ഒരു ജോലി ചെയ്ത് ജീവിക്കണോ. എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ പള്ളിയുടെ പുറകിൽ പോയി ഒരുപാട് കരഞ്ഞു. അങ്ങനെ നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ, പള്ളിയുടെ അടുത്ത് ഫിലിപ്പീനോ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് വലിയൊരു ബേക്കറിയാണ്. ബേക്കറിയുടെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ തന്നെ നല്ല കേക്കിന്റെയും ബണ്ണിന്റെയും ഒക്കെ മണം എന്നെ മൂക്കിലേക്ക് വരും. അവിടെ നിന്ന് പല കുഞ്ഞുങ്ങളും കഴിച്ചിട്ട് അതിന് തൊട്ടടുത്തൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട്. അവിടെ ആഹാരത്തിന്റെ ബാലൻസ് ഇടും. പല ദിവസങ്ങളിലും എൻ്റെ ആഹാരം അവിടെ നിന്നായിരുന്നു. ചിലപ്പോൾ അതുപോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ആ നാളുകളിലൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ എന്നെ വിളിക്കും, ജോബി, കുഞ്ഞുങ്ങൾ 2 ദിവസം 3 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ നിന്ന് കത്ത് കൊടുത്തു വിടും. ഹന്ന വാട്ട്സ് ടു ഓഫീസ് എന്ന് പറയുമ്പോൾ എല്ലാ പിള്ളേർക്കും അറിയാം ഫീസ് അടച്ചിട്ടില്ല എന്ന്. അങ്ങനെ അവർ 3-4 ദിവസമായിട്ട് സ്കൂളിൽ പോകാറില്ല.
ഞങ്ങളുടെ കരണ്ടിന്റെ കട്ട് ചെയ്തുകൊണ്ട് പോയി. എന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. ഇന്നേക്ക് 60 ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിലും മലയാളം പത്രത്തിലും എന്റെ വീടിന്റെ ഫോട്ടോ സഹിതം ദർഖാസ്ത് പരസ്യമിട്ടു. ഇന്നേക്ക് 60 ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തിയാവുന്നു. ഇതാണ് എന്റെ വീടിന്റെ അവസ്ഥ. ഞാൻ എവിടെയെങ്കിലും ഒരു മോഷണത്തിൽ പെട്ടുവെന്ന് എന്റെ വീട്ടിലാർക്കും അറിയില്ല. ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എത്രയോ നാൾ ഞാൻ പ്രാർത്ഥിച്ചു, എത്രയോ നാൾ പള്ളിയിൽ പോയി, എത്രയോ ദിവ്യബലിയിൽ സംബന്ധിച്ചു, എത്രയോ തവണ നേർച്ചയിട്ടു. ഇനി പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഞാനന്ന് തീരുമാനിച്ചു. അന്ന് ഞാൻ വെള്ള പേപ്പറിൽ ഒരു കത്തെഴുതി വെച്ചു. പ്രിയപ്പെട്ട എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പപ്പ യാത്രയാവുകയാണ്. ഒരപ്പനെന്ന നിലയ്ക്കും ഒരു ഭർത്താവെന്ന നിലയ്ക്കും നിങ്ങൾക്ക് ചെയ്തു തരുവാൻ എനിക്കൊന്നും കഴിഞ്ഞില്ല. പപ്പായുടെ ഒരു മോഷണ കേസിൽ പെട്ടു. പപ്പായല്ല ചെയ്തത്. പപ്പായ ഒരുപാട് പേര് മർദ്ദിക്കും, ഒരുപാട് പേര് തൊഴിക്കും. പല ദിവസങ്ങളിലും പപ്പ മുഴുവൻ പട്ടിണിയിലാണ്. ഇനി ആർക്കും പപ്പായെ രക്ഷിക്കാൻ കഴിയില്ല. എല്ലാ തെളിവുകളും എനിക്കെതിരാണ്. എന്റെ പാസ്പോർട്ട് അവരെ മേടിച്ചു വെച്ചു. പപ്പായ്ക്ക് ഒരിക്കലും നിങ്ങളെ കാണുവാൻ കഴിയില്ല. പപ്പ മരിക്കാൻ പോവുകയാണ്. പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടെങ്കിലും പപ്പായെ മറക്കരുത് എന്ന് എഴുതി. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ദുഃഖമെല്ലാം പോകുമെന്ന് ഞാൻ എന്റെ മക്കൾക്ക് കത്തെഴുതി വെച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ദുബായിലെ കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്ത് ചാടുമ്പോൾ ഒരു തന്നെ ബാലൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ കേട്ടിട്ടുണ്ട്, കരിസ്മാറ്റിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമെന്ന്. എനിക്ക് അതിനെക്കുറിച്ച് അന്ന് അഭിപ്രായമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വേറൊരു കാര്യം എനിക്ക് അനുഭവമില്ലായിരുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടി അങ്ങനെ എടുത്ത് ചാടി. അപ്പോഴും ഒരു എന്നെ ബാലൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ചാടാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, ദുബായിലെ കടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചാടുന്നത് പോലെയുള്ളൂ. കടലിനാൽ ചുറ്റിക്കെടുക്കപ്പെടുന്നതാണ്. അവിടെയാണ് ദുബായ് നഗരം അവര് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതേ രാത്രി ഒരു കൂടി നടത്തി. അപ്പോഴും എനിക്ക് ഈ അനുഭവം ഉണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ തമ്പുരാന്റെ ഒരു അനുഭവം എന്റെ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ അനുഭവമാണ്. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, പോയി മരിക്കാമെന്ന് കരുതി ഞാൻ മാതാവിന്റെ ഓട്ടോയിൽ വന്നിങ്ങനെ അമ്മയോട് പറയും, അമ്മയെ ഞാൻ ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോവുകയാണ് നമ്മുടെ വിശ്വാസം. ശുദ്ധീകരണ സ്ഥലത്തിന് എന്നെ അധികമായിട്ടേക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദിവസങ്ങൾക്ക് 2, 3, 4 ദിവസങ്ങൾക്കൊടുവിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്റെ മോഷണം തെളിയുകയാണ്. എടുത്ത യഥാർത്ഥ പ്രതി എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടായി എന്നെ അടിക്കരുത്, ആ പൈസ ഞാനാണ് എടുത്തത് എന്ന് 23 വയസ്സുള്ള ഖാലിദ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഖാലിദിനെ ഞാൻ അടിക്കുന്നൊന്നുമില്ല. ചേട്ടായിന് ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ചേട്ടായി തിരിയാൻ നിനക്ക് കഴിയുകയില്ല. നിനക്കിത് പറയാൻ കഴിയുമല്ലോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. 23 വയസ്സുള്ള അവരോട് ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു. എല്ലാ തെളിവുകളും ചേട്ടായിക്ക് എതിരാണ്. എന്റെ ഭാര്യയും മക്കളും പോലും പറയും, പപ്പായുടെ ഗതികേട് കൊണ്ട് അതെടുത്തതാ, ഞങ്ങൾക്ക് അയച്ചതാണെന്ന്. ഒരു തെളിവ് എനിക്ക് അനുകൂലമായിട്ടില്ലായിരുന്നു. എന്നാ എന്റെ ദൈവത്തിന്റെ കൈയൊക്കെ ചാർത്തിയ ആ നിമിഷം ഞാൻ അനുഭവിച്ചു. അവനത് പറഞ്ഞു. അവനെല്ലാവരുടെയും മുമ്പിൽ പിന്നീടത് ഏറ്റു പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഖാലിദേ, നീ എന്തുകൊണ്ടായി പറഞ്ഞത്? ഇന്ന് രാത്രി ഞാൻ എന്നേക്ക് മരിക്കുവാനായി എന്റെ ജീവിതം മാറ്റിവെക്കും. ആരും നിന്നെ അവിശ്വസിക്കുകയില്ല. പിന്നെ നീ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ 23 വയസ്സുള്ള മുസ്ലിം സഹോദരനായ ഖാലിദിനോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന നീതിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, അടികൊണ്ട് കിടന്നപ്പോ എന്റെ ദൈവം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇത് തെളിയുമെന്ന്
ഈശോയാണ് എന്ന്, എന്റെ മാതാവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന മാതാവാണ് എന്ന് അമ്മ ഞാൻ അനുഭവിച്ചു. അന്ന് ഞാൻ അനുഭവിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതായത് ഞാൻ ഇങ്ങനെ ഓടി നടക്കുവാൻ ഇടയായത്. അതിനുശേഷം 3 പ്രാവശ്യം ഞാൻ കടലിൽ മരിക്കാൻ ചാടി, 2 പ്രാവശ്യം അണലിപ്പാമ്പ് എന്റെ ദേഹത്ത് ചുറ്റി. ഒരു തവണ ഞാൻ ഒരുപാട് ഉയരത്തിൽ നിന്ന് താഴേക്ക് പോയി. ദുബായിൽ വെച്ചൊരു വാഹനത്തിൽ ഞാൻ അപകടത്തിൽപ്പെട്ടു. അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ സംരക്ഷിച്ചു. ആദ്യമല്ലേ നീ വീണാലും നീ എഴുന്നേൽക്കുമെന്ന്. അത് കറക്റ്റ് ആറ്റാണ്. ആ ദുബായിലെ തെരുവിൽ പട്ടിണി കിടന്ന ഞാൻ, വേസ്റ്റ് ബോക്സിൽ നിന്ന് ആഹാരം കഴിച്ച ഞാൻ, ദുബായിലെ രാജാവുമായിട്ട് 3 തവണയിലധികം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. 1 വർഷത്തിനുള്ളിൽ 1.5 ഡസൻ ഫ്ലൈറ്റ് യാത്ര ഞാൻ നടത്തി. ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തു. ഒരു പടുകൂറ്റൻ കപ്പലിൽ ഇന്തോനേഷ്യയിൽ നിന്ന് ദുബായിലേക്ക് ഞാൻ യാത്ര ചെയ്തു. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപിൽ നിന്ന് ആത്മാവിന്റെ ലഹരിയിൽ 20 പാട്ടെഴുതി. The fire wind of the desert, മരുഭൂമിയിലെ തീക്കാറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. കാര്യം പറയട്ടെ, ഇന്ന് എന്റെ വീട് സ്വർഗം. നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അത് ഹൃദയപൂർവ്വം ക്ഷണിക്കുക. എന്തെങ്കിലും ഒരിക്കലും ദൈവം ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെറിയ മനോഹരമായ ഒരു വീട്, 2 പെൺകുഞ്ഞുങ്ങൾ. എൻ്റെ വീട് സ്വർഗമാണ്. എൻ്റെ അടുത്ത് വലത്തും ഞാൻ വീട്ടിലുള്ളപ്പോൾ അവളുമാരി കിടക്കും. പപ്പ കഥ പറഞ്ഞു തരാൻ പറയും, ഞാൻ കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാ അവർ ഉറങ്ങുന്നത്. ഒരു കഥ മാറ്റി പറഞ്ഞാൽ പറയും, പപ്പ പണ്ട് തന്നതാണെന്ന് പറയും. അങ്ങനെ പുതിയ പുതിയ കഥകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞങ്ങളുടെ വീട് നല്ല സ്വർഗമായിട്ട് പോകുന്നു. ഈ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുള്ളവര് ഒന്ന് കൈപൊക്കാമോ? വീട് സ്വർഗമാണെന്ന അനുഭവമുള്ളവർക്ക് കൈപൊക്കാമോ? വീട് സ്വർഗം, എൻ്റെ വീട് സന്തോഷത്തിൽ സ്വർഗത്തിൽ സ്വർഗം പോലെയാണെന്ന് ഹല്ലേലൂയ കൈതാപിക്കുകയോ. എന്നാൽ ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് കണ്ണടച്ചേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് കടന്നു വരാമോ? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഈശോയെ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു, ഞാൻ നിന്നെ വിളിക്കുന്നു. എൻ്റെ വീട്ടിലേക്ക് വരണേ. ഈ ധ്യാനം ഇന്ന് അവസാനിക്കുമ്പോൾ ഈശോയെ കൊണ്ട് വീട്ടിൽ പോകുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കുന്നു, സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ ഇടവകയെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ശാന്തമായിട്ട് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു. പലതരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ അല്ലെ, പലതരം. ചില സഹനത്തിലൂടെ ഒരു നാളിങ്ങനെ എന്താ പറയുക, വലിയ പാട്ടൊക്കെ പാടി വലിയ സ്റ്റൈലായിട്ട് അവർക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി നല്ല സന്തോഷമായിട്ട് നടന്നു. കല്യാണം കഴിഞ്ഞതിന് 6 മാസം കഴിഞ്ഞിട്ടാണ് മുടിയെല്ലാം പോയത്. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ജോബിയെ കിസ് ചെയ്യുന്നതിലൂടെ അറിയത്തില്ല, തലയും മുഖവും എല്ലാം ഒരുപോലെയാണല്ലോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ കക്ഷനിയെല്ലാം വന്ന് അതിനുശേഷം ഞാൻ പറയാം, ഈശോയോട് കൂടെ ചിലർക്ക് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമുക്കറിയാം. എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുമ്പസാരത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. അച്ഛൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് കുമ്പസാരത്തിൻ്റെ ക്ലാസ് അന്നും നടന്നില്ല, ഇന്നും നടന്നില്ല, ഇനി ഒരിക്കൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മൾ പലതരത്തിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെ. പരിശുദ്ധാത്മാവ് ചൂടായി, തണുപ്പായി, കാറ്റായി എല്ലാം നമ്മൾ ചില സഹനത്തിലായിരിക്കും അനുഭവിക്കുന്നത്. ബ്രദർ സഹനത്തിൽ അനുഭവിച്ചു.
കാരണം ബ്രദറിന്റെ ജീവിതത്തിൽ ആ 10, 18, 20 വയസ്സായപ്പോൾ ബ്രദറിന്റെ സ്വന്തം അധ്വാനത്തിൽ ഈശോയുടെ അന്ന് എനിക്ക് അത്രയും അറിയത്തില്ലായിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കാറ് വാങ്ങിച്ചു. 20 വയസ്സായപ്പോൾ, 23 വയസ്സായപ്പോൾ ഒരു വീട് പണിതു. 27 വയസ്സായപ്പോൾ ഒരു വീട് കൊണ്ട് പണിതു. 27 വയസ്സായപ്പോൾ തന്നെ 22 വയസ്സുള്ള ഒരു മോള് മാത്രമുള്ള സുന്ദരിയായ, നിങ്ങളെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്തു. അപ്പൊ വലിയ സ്റ്റൈലായിട്ടൊക്കെ നടന്നു. നല്ല പാട്ട് പാടുക. അങ്ങനെ കാറെ പാട്ടുമൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ നടക്കുവാൻ ഡാൻസ് ചെയ്തു. നിങ്ങൾക്ക് ഇന്നും ക്ലാസ് ഇല്ലാത്ത നിങ്ങൾ സ്റ്റൈലായിട്ട് നടക്കണം. അല്ലാതെ അയ്യോ 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 അങ്ങനെയല്ല. നല്ല സ്റ്റൈലായിട്ട് യുവത്വം ആസ്വദിച്ചു പോകണം. അല്ലെ, ജീവിതത്തിലെ നിങ്ങളുടെ യുവത്വം ആസ്വദിച്ചു പോകണം. നല്ല പാട്ട് പാടി, നല്ല ഡാൻസ് ചെയ്ത്. അച്ഛന് ഡാൻസ് ചെയ്യാവുന്നതാണോ നമുക്ക് ഡാൻസ് ചെയ്യാൻ വരാത്തത്? അച്ഛന് പാട്ട് പാടാൻ ആണല്ലോ നമുക്ക് പാട്ട് പാടാൻ വയ്യാത്തത്? അങ്ങനെ ബ്രദറിന് ഒരുപാട് സൗഭാഗ്യങ്ങളോട് നടന്നുപോയി. പക്ഷേ അതൊന്നും പ്രാർത്ഥനയിലല്ലായിരുന്നത് കൊണ്ട് ചില സഹനങ്ങൾ എന്നെ ചുറ്റിപ്പിരിഞ്ഞു. അത് ഞാൻ ദുബായിൽ വെച്ച് അനുഭവിച്ചു. ഇപ്പോൾ ലെവലായി. ഇപ്പോൾ ഞാൻ പാട്ട് പാടി ഡാൻസ് ചെയ്ത് നോക്കിയാണ് പോകുന്നത്. പക്ഷേ അത് തമ്പുരാനോട് കൂടി ആയിരിക്കും. അങ്ങനെ അനേകം പേര് ബ്രദറിന്റെ അടുത്തിപ്പോൾ കൗൺസിലിംഗൊക്കെ വന്നൊരു പെൺകുട്ടി, 21 വയസ്സുള്ള ഒരു പെൺകുട്ടി 3 മാസം മുമ്പ് എന്നോട് എൻ്റെ കൗൺസിലിംഗ് വന്നു. അപ്പൊ ഈ കുട്ടി കയറി വന്നതായി ഞാൻ പറഞ്ഞു, ഇവിടെ ഏതായാലും ഇങ്ങനെ നഗ്നമായ ചിത്രം ഈശോ കാണിച്ചു തരുന്നു. ഞാൻ നിശ്ചിത പാപം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എത്രയും പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ കുട്ടിക്ക് ഇല്ല, 8ൽ പഠിക്കുന്നവരുടെ കുട്ടിക്ക്, 9ൽ പഠിക്കുന്നവർ അത്. അപ്പൊ ഞങ്ങളെക്കാൾ അഡ്വാൻസ്ഡാണ് നിങ്ങൾ, എനിക്കറിയാം. പിള്ളേരെ ഞങ്ങളെക്കാൾ അഡ്വാൻസ്ഡാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ല. ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എനിക്കതറിയാം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള 10,000-50,000 പിള്ളേരെ ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടറിയാം. അങ്ങനെ 20 വയസ്സുള്ള പെൺകുട്ടി അവിടെ എൻ്റെ അടുത്ത് കൗൺസിലിംഗിൽ വന്ന് കയറി. നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി. അപ്പൊ ഞാനൊക്കെ പാപം ചെയ്തിട്ടുണ്ട് ഇല്ല. പിന്നെ എനിക്ക് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും നഗ്നമായ ചിത്രം ബ്രദറിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു. ആ 2.5 മണിക്കൂർ കൗൺസിലിംഗിനോട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ 20 വയസ്സിനിടയ്ക്ക് അവൾ 3 പ്രാവശ്യം അബോർഷൻ നടത്തി, 4-ലധികം ആൺകുട്ടികളുമായിട്ട് അവൾ അവളുടെ ശരീരത്തെ നഷ്ടമാക്കിയെന്ന്. ഞാനിത് പറയാൻ കാരണം, അങ്ങനെ ഇരിക്കെ ഞാനൊരു 3 മാസം 4 മാസം ഒക്കെ കൂടുമ്പോൾ ധ്യാനത്തിന് പോകും. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മാത്രമാണ് അച്ഛനെ കുറിച്ചുകൊണ്ട് ധ്യാനിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളെന്ത് തെറ്റാകുന്നത്? ഞങ്ങൾക്ക് ധ്യാനം കിട്ടുന്നവരാണ്. ഞങ്ങൾ 3-4 മാസം കൂടുമ്പോൾ ഈശോയുടെ അടുത്ത് ഇരിക്കുന്ന ആളുകളാണ്. നമ്മൾ വെറുതെ എല്ലാം ഇട്ട് ഈശോയുടെ അടുത്ത് ഇരിക്കും. അങ്ങനെ ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നേടാൻ വേണ്ടിയൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് 4 വർഷമായിട്ട് എനിക്ക് വേണ്ടിയോ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ, എൻ്റെ മക്കൾക്ക് വേണ്ടിയോ ഒന്നും പ്രാർത്ഥിക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസത്തെ ധ്യാനത്തെയും ദിവ്യബലിയിൽ സംബന്ധിക്കുന്നത് ഞാൻ ഓരോരുത്തർക്ക് വേണ്ടിയാണ്. 10, 100 പേര്, 500 പേര് അങ്ങനെ ഓരോരുത്തർക്ക്. അപ്പൊ ഞാൻ ഒരിക്കൽ ഈ ഒരു ദിവസം ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. എന്റെ മനസ്സിലേക്ക് വന്നു. ഇവരുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. അപ്പൊ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ പള്ളിയിലൊക്കെയാണ് കുർബാന നടന്നാൽ നമ്മൾ ഇരിക്കും, ഇടയ്ക്ക് ഇരിക്കും, ആരും അറിയുകയാണ്. 50 പേരെ ഉള്ളൂ ഞാൻ ആ ധ്യാനത്തിന്. ആ സമയത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെ, സാധാരണ ധ്യാനത്തിനെ ആരും കുർബാനയുടെ സമയത്ത് ഇരിക്കാറില്ല. പക്ഷെ എന്നെ ഇങ്ങനെ ഈശോ കാണിക്കുക, എനിക്കിങ്ങനെ ഈ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കാൻ വരുന്നു. അപ്പൊ അങ്ങനെ തോന്നിയോ എനിക്ക് പെട്ടെന്ന് ഇരിക്കുക. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ഒരു പേപ്പറും പേനായും ആരോ എടുത്തു തരുന്ന പോലെ എൻ്റെ കയ്യിൽ ഞാൻ പെട്ടെന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു പാട്ട് എഴുതുക. ഈ പെൺകുട്ടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ 3 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതിയ ഒരു പാട്ട്, 2 മാസമായതേ ഉള്ളൂ ആ പാട്ട് എഴുതിയത്. ഞാൻ ആ പാട്ട് എഴുതി കൃഷ്ണനോട് ഞാൻ പറഞ്ഞു, പാട്ട് പാടുന്ന കൃഷ്ണനെ കൊണ്ടാണ് അത് പാടിച്ചത്. അപ്പൊ കൃഷ്ണ പറഞ്ഞു, ജോബി ബ്രദറെ ഒരു കാര്യം ചെയ്തു, ഞാൻ ഈ പാട്ട് പാടിത്തരാം. അങ്ങനെ ഞാൻ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ഞാൻ കുർബാന സമയത്ത് 3 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി ഞാനത് അവിടെ അടച്ചു വെച്ചു. പിറ്റേ ദിവസം ഇതേ ദിവ്യബലിയില് എനിക്ക് ഇങ്ങനെ ഒരു ട്യൂൺ വരികയാണ്.
അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാനൊരു പാട്ട് എഴുതി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദിവ്യബലിയുടെ സമയത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാൻ കഴിയും. ഇന്ന് പള്ളിയിൽ വളരെ കുറച്ച് പിള്ളേരെ കണ്ടു, പെൺപിള്ളേരെ കണ്ട്, ആൺപിള്ളേരെ അതേ കണ്ടില്ല. പുറകിലാണോ അവർ വൈകിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ജീവിതം സന്തോഷഭരിതമായിട്ട് പോകുവാൻ ദിവ്യബലിയിൽ സംബന്ധിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വലിയ കാര്യമൊന്നും ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ ഈശോയെ എന്ന് വിളിച്ചാൽ ഈശോ കേൾക്കണം. അത് തിരുവമ്പാടി വെച്ച് വിളിച്ചാലും, കോട്ടയത്ത് വെച്ച് വിളിച്ചാലും, സുൽത്താൻ ബത്തേരിയിൽ വെച്ച് വിളിച്ചാലും, ആലപ്പുഴയിൽ വെച്ച് വിളിച്ചാലും, ദുബായിൽ വെച്ച് വിളിച്ചാലും നിങ്ങളെ ഈശോ അറിയണം. യു ആർ മൈ ബിലവഡ്. ഞാൻ ആ പാട്ട് അച്ഛപ്പോഴൊന്ന് ഇവിടെയും ഞാൻ എഴുതിയ ആ പാട്ട് നിങ്ങൾക്കതൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്ക് ആ ടോപ്പിലേക്ക് കിടക്കാം. ശരീരം പൂർണ്ണമായി
ഞാൻ ഇത് പറയുന്നത് നമുക്ക് നിങ്ങളെ തട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാരണം തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, നമുക്ക് സന്തോഷത്തോടെയാണ് ജീവിക്കേണ്ടത്. ഈ ധ്യാനമൊക്കെ കൂടുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ അവിടെയൊക്കെ ഇരുന്ന് എത്രയോ കൃപകൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്, അല്ലെ? എത്ര അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് 2 ആഴ്ച മുമ്പ് ഞാൻ ദുബായിൽ എന്നെ കാണാൻ വേണ്ടി ഒരു ഫാമിലി വന്നിരുന്നു. ഒരു 30-35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആ അമ്മ എന്നെ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. ഞാൻ ചോദിച്ചു എന്തേ ഇത് പറ്റി ചോദിച്ചപ്പോൾ അവര് പറയുക, എൻ്റെ ബ്രദറെ ആകെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒരു സന്തോഷമൊന്നുമില്ല. കാരണം എനിക്കൊരു മോനാണുള്ളത്, അവന് 7 വയസ്സാവുന്നത്. അവനെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിട്ട് ടീച്ചർമാരൊന്നും എടുക്കുന്നില്ല. അധ്യാപകരെല്ലാം പല സ്കൂളിൽ മാറി മാറി വിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരിക. ആ കുഞ്ഞിന് ഓട്ടീസം. അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളുടെ ടിഫിൻ ബോക്സിനകത്ത് ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോൾ അവൻ കൊതിയോടെ നോക്കും. അവന് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ബേക്കറി ഫുഡൊന്നും ഇങ്ങനെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വരും. അവന് ഏറ്റവും ഇഷ്ടം മുട്ടയാണ്. മുട്ട പൊരിച്ചത് കറി കൊണ്ടുവരുന്ന പിള്ളേരുടെ പാത്രത്തിൽ നോക്കി അവരിങ്ങനെ ബഹളം വെക്കും. അങ്ങനെ നിൽക്കക്കടയില്ലാതെ ആ സ്കൂളിൽ നിന്ന് ആ അമ്മ ആ കുട്ടിയെ കൊണ്ടുവന്നു. ആ നൊന്തിട്ട് അമ്മ പറയുകയാണ്, ബ്രദറെ എവിടെ ചെന്നാലും ഇങ്ങനെ ആഹാര സാധനങ്ങൾ നോക്കി ഇങ്ങനെ കൊതിയോടെ കരയും. അവരതൊന്നും കഴിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ ഇങ്ങനെ വന്നിരിക്കാൻ അവന് കഴിയില്ല. ആ അമ്മയുടെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവം നോക്കിക്കുകയും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓട്ടീസം ഉണ്ടോ? ഇല്ല. നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഓടാറില്ല. ബ്രദറിന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ആശ്വാസകരമായ ഒരു ഘട്ടത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പോയി. അടൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വൈദികൻ എന്നെ കൊണ്ടുപോയതാണ്. 4, 3, 5, 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.
ആ കുഞ്ഞുങ്ങൾക്കെല്ലാം എയ്ഡ്സാണ്. 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം എയ്ഡ്സാണ്. തെറ്റായ വഴികളിലൂടെ ചില വ്യക്തികൾ സഞ്ചരിച്ചതിന്റെ സമ്മാനം മക്കളിലേക്ക് വന്നു. എന്ത് പ്രാർത്ഥിക്കാനാണ് നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങൾക്ക്? ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി അവരോട് പറഞ്ഞു, ബ്രദർ, അവരുടെ കൈ എന്റെ തലയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയൊരു അനുഭവമായിട്ട് എനിക്കത് തോന്നുന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് എത്രമാത്രം അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഈ ധ്യാന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു പുതിയ അനുഭവമായിരിക്കണം. ഇത് വേറിട്ട ഒരു ധ്യാനമായിരിക്കണം. നിങ്ങൾ വെറുതെ തിരിച്ച് വീട്ടിലേക്ക് പോകരുത്. എന്തെങ്കിലും നേടിയത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവിധം ഈശോയെ എന്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ട ഒരു അവശ്യ ഘടകമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? വെൽക്കം ഹോളി സ്പിരിറ്റ്, we are in your presence, fill us with your power, live inside of me. You are the living water, never drying fountain, comforter and counselor, take complete control. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ, അഭിഷേകം ചെയ്തന്നെ അഗ്നിയായി നിറയ്ക്കണേ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ജീവിതത്തിന്റെ നിങ്ങളെത്ര ഉയർത്തി പഠിച്ചു, നല്ല കാര്യം, നന്നായിട്ട് പഠിച്ചു. നിങ്ങൾ എത്രമാത്രം ഉഴപ്പിക്കൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവസാനം വന്ന് ചേരുന്നത് കർത്താവിന്റെ മുമ്പിലായിരിക്കും. നിന്മടിത്തട്ടായിരുന്നു ഈ ക്രൂശിതന്റെ പാതാരബിംബത്തിൽ അവസാനം നമ്മൾ വന്നണയേണ്ടി വരും. അപ്പോൾ ഈ യൗവനം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒന്നായിരിക്കണം. നിങ്ങളുടെ ഈ യുവത്വം, നിങ്ങളുടെ ഈ സൗന്ദര്യം, ഞാൻ തിരുവമ്പാടിക്ക് വിളിച്ചാൽ മതിയായിരുന്നു. എല്ലാം നല്ല സൗന്ദര്യമുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും, എത്ര മിടുക്കലാണ് നിങ്ങളെ കണ്ടാൽ. ദൈവത്തിന് അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ എത്രയോ എന്താ പറയുക, പോരായ്മകളുള്ള കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. ഓട്ടിസം ബാധിച്ചവരെയും ഞാൻ ആലോചിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാനൊരു സ്ത്രീയോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഒരു പ്രയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ അമ്മ എന്നോട് പറഞ്ഞു, ഇതിന് തിരി ഒന്നും വെച്ച് കത്തിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ടീച്ചറാണ്. ഞാനോട് ചോദിക്കാം, ടീച്ചറിന്റെ ഒരു ഹെഡ് വെയിറ്റ് കൊണ്ടായിരിക്കാം തിരിയൊന്നും വെച്ച് കത്തിച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഫോണ് ഓക്കെ ആയിക്കോട്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവരെന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ വീട്ടിലൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരില്ല. ഞാൻ ടീച്ചറിന്റെ വിഷമം പറഞ്ഞപ്പോൾ ഇത് തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാൻ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഞാൻ മറ്റൊരു കാര്യവും ചോദിച്ചില്ല. അത് ടീച്ചറിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിന് അറിവുള്ളയാളാണ്, ഞാൻ അങ്ങനെയൊരാളല്ല. ടീച്ചർ എന്തുകൊണ്ട് അതിന് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ബ്രദറിന്റെ വീട്ടിലൊന്ന് വരുമോ നാളെ എന്ന് ചോദിച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ തരാം. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങളുടെ അടുത്ത് വരാനതിന്റെ കാരണമതാ. അച്ഛനോട് പ്രത്യേകം വരാൻ പറഞ്ഞിരുന്നായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റാത്തതിന്റെ കാരണമതാ. ഞാൻ ആ വീട്ടിൽ ചെന്നു.
അച്ഛനോട് ഞാൻ അച്ഛൻ ഇവിടെ നല്ല മഴയാ, പിന്നെ എനിക്ക് അത്യാവശ്യമുള്ളത് അതൊക്കെ പറഞ്ഞു. കുമ്പസാരം തന്നെ അല്ലേ പറയുന്നത് അല്ലേ? കുമ്പസാരത്തിന് വലിയ പാവം പറഞ്ഞിട്ട് വേറെ ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. കേൾക്കാത്ത രീതി നിങ്ങൾ തന്നെ പറയുന്നില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ ചെന്നു. ഞാൻ നോക്കിയപ്പോൾ 4 കുഞ്ഞുങ്ങൾ. മൂത്ത മോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിന്റെ താഴെ അങ്ങനെ 4 കുഞ്ഞുങ്ങളാണ്. തട്ടാവടിയിൽ കൊണ്ട് ടീച്ചർ, ഞാനത് കാണാൻ വേണ്ടി തന്നെ ചെന്നതാണ്. ടീച്ചർ എന്നോട് പറയുക, കൊല്ലത്ത് ആയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ചെന്നത്. ടീച്ചർ എന്നോട് പറയുക, ബ്രദറെ ഞാൻ തിരികെ തിരിച്ചു വെച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞത്. ബ്രദർ കണ്ടോ, എന്റെ 4 കുഞ്ഞുങ്ങളാണ് ഈ വീട്ടിൽ കിടക്കുന്നത് കണ്ടോ, എല്ലാം ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ആ ടീച്ചർ എനിക്ക് ഉച്ചയ്ക്ക് ഊണിന് കറിയെടുത്തോണ്ട് ചോറെടുത്തോണ്ട് വന്നു. അടുക്കള പൂട്ടി എന്റെ ടേബിളിൽ കൊണ്ട് വെച്ചു. പിന്നെ അടുക്കള തുറക്കുക, പിന്നെ പോകും. ഞാൻ ടീച്ചറിന് ഞാൻ എന്നെ അടുത്ത കറി ആഹാരം എടുത്തോണ്ട് പോകുമല്ലോ പേടിച്ചിട്ടാവുന്നു. തൊട്ട് പറഞ്ഞ ചിക്കൻ കറി കൊണ്ടുവന്നു, അടുക്കള പൂട്ടി എന്റെ ടേബിളിൽ കൊണ്ട് വെച്ചു. നിങ്ങൾക്കറിയുമോ, ആ ടീച്ചർ പറയുക, ബ്രദർ എന്നോട് അന്ന് പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ വരികയില്ല എന്ന് പറഞ്ഞു. ബ്രദർ 1 ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. എന്റെ ഈ മോൻ കണ്ട് എന്റെ പേര് അവറാച്ചെന്ന അവർ നോട്ടീസ് ഒരു കൊരങ്ങൻ, നൊന്ത് പറ്റ അമ്മയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഒരു കൊരങ്ങനെ വളർത്തുന്ന പോലെയാ ബ്രദറെ ഞാൻ എന്റെ വീട്ടിൽ ഇവരെ വളർത്തുന്നത്. ഞാൻ നൊന്ത് പറ്റല. 9 മാസവും 9 ആഴ്ചയും ഞാൻ നൊന്ത് പറ്റി വളർത്തിയവരെ തന്നെയാണ്. അടുക്കള അടച്ചിട്ട് പോകുന്നത് ഗ്യാസുകൾ തുറന്നു വിടും. കറിവച്ചതെല്ലാം എടുത്ത് തമർത്തിക്കളയും. തിരികെ കത്തിച്ച് വെച്ചാൽ അത് വീടിന് തീ കൊടുക്കും. ഈ 2ാമത്തെ മോളെ ബ്രദർ കണ്ടോ, അവൾ മാന്തബുദ്ധിയാണ്. ഇങ്ങനെയാ ചെറുപ്പം മുതലേ എന്റെ തോളിലെ അവൾ ചാഞ്ഞു വരുന്നത്. പലപ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് താമസിച്ച വരുന്നത്. പ്രൈമറി സ്കൂൾ അധ്യാപികയായ ഞാൻ സമയമാണ്. പ്രൈമറി സ്കൂൾ അധ്യാപികയായ ഞാൻ ചുരുങ്ങിയ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്റെ ഭർത്താവിനെ കണ്ടോ, ഭ്രാന്തനാണ്. ഒരു മാസം 9,000 രൂപയുടെ മരുന്ന് കൊടുത്താലേ ഈ മനുഷ്യൻ സാധാരണ നിലയിൽ വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ വയലന്റാണ്. എന്റെ വീടൊരു ഭ്രാന്താലയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തിരികെത്തിക്കില്ല എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. ഞാനോട്ടു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. പല ദിവസങ്ങളും എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ പറ്റുന്നില്ല. പക്ഷേ ആ സ്ത്രീ അവർ പറയുകയാണ്, പള്ളിയിൽ അന്ന് മണിയടിക്കുമ്പോൾ, അന്ന് പെസഹ തിരുനാളിൽ പള്ളിയിൽ പാടുമ്പോൾ എന്റെ ഭർത്താവിന്റെ മുമ്പില്, എന്റെ മക്കളുടെ മുമ്പില് കട്ടിലിന് താഴെ ഞാൻ മുട്ടുകുത്തി എന്റെ ഈശോയെ പ്രാർത്ഥിക്കും. അവരർപ്പിക്കുന്നത് ബലിയാണ്. അതാണ് ദിവ്യബലി. ഈ സാഹചര്യം നമ്മുടെ വീട്ടിൽ ഇല്ലായെങ്കിൽ ഈ ദേവാലയത്തിൽ വന്ന് നമുക്ക് എത്ര പേർക്ക് ഈ ക്രൂശിനെ അനുഭവിക്കാൻ കഴിയും? ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബ്രദറിന്റെ പ്രാർത്ഥനയിൽ എന്നുണ്ടാവും ഈ അനുഭവിച്ച ഈശോയെ കൊണ്ട്